ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂർ MLA എന്ന സ്ഥാനം PV അൻവർ ഉപേക്ഷിക്കാൻ പോവുകയാണ്. MLA സ്ഥാനത്ത് നിന്ന് PV അൻവർ ഇന്ന് രാജിവെക്കും. രാവിലെ 9-ന് സ്പീക്കർ AN ഷംസീറിനെ കണ്ട് രാജിക്കത്ത് കൈമാറും. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി അൻവറിനെ നിയമിച്ചിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വൈകാതെ അൻവർ എത്തും. ഇതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാംഗത്വത്തിലും അൻവറിന് അയോഗ്യത നേരിടേണ്ടി വരും. PV അരുണും CV അനുമോദും വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തു നിന്നും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ അൻവർ തയ്യാറാകുമോ എന്നൊരു ആശങ്ക നമ്മൾ തുടക്കത്തിൽ പങ്കുവച്ചിരുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്വാഭാവികമായും അയോഗ്യത വരും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ അൻവറിന്റെ ഇപ്പോഴത്തെ ഈ രാജി? എന്താണ് അൻവറിന്റെ ഇന്നത്തെ പ്ലാൻ? ശ്രീജ, അത്തരമൊരു റിസ്ക് എടുക്കാൻ, അത്തരമൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ അൻവർ നിർബന്ധിതനാകുന്നു എന്ന് വേണം കരുതാൻ. കാരണം രണ്ട് കാര്യങ്ങളുണ്ട് അതിന്. ഒന്ന്, അൻവർ തൃണമൂലിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ഒരു രാഷ്ട്രീയ അംഗത്വമോ പദവിയോ അല്ലെന്ന് പറഞ്ഞു നിൽക്കാൻ അൻവറിന് കഴിഞ്ഞേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കും അല്ലെങ്കിൽ എടുത്തിരിക്കുന്നു എന്ന് വേണം ലഭിക്കുന്ന സൂചനകൾ. മറ്റൊന്ന്, അൻവറിനോട് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം മമതാ ബാനർജി തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അതായത് MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ നിർബന്ധിതനായി തീരുകയാണ് MLA സ്ഥാനം രാജിവെക്കാൻ. അൻവറിനെതിരെ അൻവർ ഒരു ഔദ്യോഗിക പദവിയിൽ എത്തിയാലുമില്ലെങ്കിലും അൻവറിന്റെ വൈകാതെ സ്പീക്കർക്ക് പരാതി ലഭിക്കും. അത്തരം നീക്കങ്ങൾ CPM നടത്തുന്നതായ വിവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അൻവറിനെതിരെ അന്വേഷണമുണ്ടാകും. അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അൻവറിനെതിരെ അന്വേഷണത്തിന് സ്പീക്കർ തയ്യാറായിരിക്കും. നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയാകും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഈ സഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അൻവറിനെതിരെ അയോഗ്യതാ നടപടികളിലേക്ക് നിയമസഭ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. രാഷ്ട്രീയ തീരുമാനം കൂടി ആണ് അതെന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അപകടം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അൻവർ ഇപ്പോൾ രാജിക്ക് ഒരുങ്ങുന്നതെന്നാണ് ലഭിക്കുന്ന വളരെ വ്യക്തമായ വിവരം. രാവിലെ 9 മണിക്ക് സ്പീക്കർ AN ഷംസീറിനെ കാണാൻ അൻവർ സമയം തേടിയിട്ടുണ്ട്. അത് രാജിക്കത്ത് കൈമാറാൻ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം 9:30 മാധ്യമങ്ങളെയും അദ്ദേഹം തിരുവനന്തപുരത്ത് കാണും. അദ്ദേഹം ഇന്നലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന ആമുഖത്തോടു കൂടിയാണ് ആദ്യം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. അതിനു മുമ്പ് ന്യൂസ് 18 വാർത്ത പുറത്തുവിടുന്നു. അതിനുശേഷം അദ്ദേഹം രാത്രിയോടുകൂടി MLA സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിലുള്ള അദ്ദേഹം ഇന്ന് സ്പീക്കറെ കാണുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. രാജിയിലേക്ക് തന്നെയാണ് അൻവറിന്റെ നീക്കമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ശരി, അനുമോദ് കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അനുമോദിന് ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല പണിയാവുമെന്ന് ഉറപ്പാണ്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിന് മലപ്പുറത്ത് നിലമ്പൂരിൽ കളം ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായും നിലമ്പൂരിന്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ച് വളരെ കോംപ്ലക്സ് ആണ് കാര്യങ്ങൾ. കാരണം ഒരു UDF പ്രവേശനം ആഗ്രഹിച്ചിരുന്നു അൻവർ. പക്ഷേ തൃണമൂലിൽ ചേർന്നാൽ തൃണമൂലിനെ മുന്നണിയിലെടുക്കാൻ എന്തായാലും കോൺഗ്രസിന് താല്പര്യവുമില്ല. സ്വാഭാവികമായും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് ക്യാമ്പിന് അൻവറിനോട് താല്പര്യമേ ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ PV അൻവറിന്റെ രാജി കൂടി വരുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ അൻവർ 5-6 മാസം മുൻപ് ഈ പ്രതിഷേധവും തൻ്റെ മാറി ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ മലപ്പുറംകാർക്ക് പണി കിട്ടി തുടങ്ങിയതാണ്. എന്താണെങ്കിലും ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവർ രാജിവെക്കുമോ എന്നുള്ളതാണ്. അൻവറിൻ്റെ രാജി സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അൻവർ രാജിവെക്കാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹം സ്പീക്കറെ കാണുമെന്ന് ഇന്നലെ രാത്രി FBയിൽ കുറിപ്പിട്ടിരുന്നു. സ്വാഭാവികമായിട്ട് സ്പീക്കറെ ഈ ഘട്ടത്തിൽ കാണേണ്ടത് രാജി സമർപ്പിക്കാൻ തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അദ്ദേഹം രാജിപ്രഖ്യാപനം നടത്തും. രാജിപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം ഒരുപക്ഷെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനൊപ്പമായിരിക്കും ഈ ഒരു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടം വരയ്ക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അങ്ങോട്ട് അൻവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അൻവറിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രവർത്തനങ്ങളുടെ ശൈലി എങ്ങനെയായിരിക്കും? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ളതാണ്. മറ്റൊരു വിലയിരുത്തലുള്ളത് അൻവർ നിലമ്പൂരിൽ മത്സരിക്കാതെ UDFന് പിന്തുണ നൽകി മാറി നിൽക്കുകയും അതിനുശേഷം ഒരുപക്ഷെ അൻവർ രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാധ്യത അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല.
കാരണം നിലവിലെ സാഹചര്യത്തിൽ LDF അൻവറിനെതിരെ ശക്തമായ പോരാട്ടം നടത്തും. UDF അൻവറിനെ തള്ളണോ കൊള്ളണോ എന്ന് പോലും തീരുമാനിച്ചില്ല. ഇന്നലെ രാത്രിയും VD സതീശനെ കണ്ടപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അൻവറിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല, വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നാണ്. KM മുരളീധരനാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ആരെയും വേണ്ട എന്ന കടുത്ത നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നിത്തലയാണെങ്കിൽ പിന്നീട് ചർച്ച നടക്കട്ടെ, അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട എന്ന നിലപാടാണ്. സുധാകരനാണെങ്കിൽ അൻവറിനോട് താല്പര്യമുണ്ടെങ്കിലും ഇത്രയും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അൻവർ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കുന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ UDF അവിടെ മത്സരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ UDFൻ്റെ പിന്തുണ അൻവറിന് ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അൻവറിന് അവിടെ ജയിക്കാൻ കഴിയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാകും. അങ്ങനെയാണെങ്കിൽ LDFൻ്റെയും UDFൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അൻവർ മത്സരിക്കേണ്ട അവസ്ഥ വരും. അത് അൻവറിന് എത്രമാത്രം അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാകുന്നില്ല. പിന്നെ അൻവറിന് ചെയ്യാൻ കഴിയുന്ന കാര്യം രാഷ്ട്രീയമായിട്ട് ഒരു തന്ത്രം എടുക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ മത്സരിക്കാതെ UDFനെ പിന്തുണയ്ക്കുക, UDFൻ്റെ സ്ഥാനാർത്ഥി ആരായാലും അവർക്കുള്ള പിന്തുണ അൻവർ പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ UDFന് അൻവറിനെ തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യം വരും, പുറത്തുനിന്ന് സഹകരിപ്പിക്കാൻ കഴിയുന്നൊരവസ്ഥ വരും. ഒപ്പം തന്നെ അൻവറിനെ സംബന്ധിച്ച് തൃണമൂലിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ രാജ്യസഭയിലേക്കുള്ള ഒരു വാഗ്ദാനം ലഭിക്കുകയാണെങ്കിൽ അതും അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യസഭാംഗത്വവും UDFനൊപ്പമുള്ള സഹകരണവും വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ അൻവറിന് മുമ്പിൽ അനവധി സാധ്യതകളാണ് ഉള്ളത്. ഇതിൽ ഏത് വഴി ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് ഏർലി പ്രൊഡിക്ഷനാണ്, ഇതൊക്കെ വളരെ നേരത്തെയുള്ള വിലയിരുത്തലാണ് ഇതൊക്കെ എന്നൊക്കെ പറയാമെങ്കിലും ഇതൊന്നും സംഭവിക്കണമെന്നില്ല എന്ന് പറയാമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. എന്നാണെങ്കിൽ അൻവർ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 9 മണിയോടെ അദ്ദേഹം സ്പീക്കറെ കാണുമ്പോൾ രാജി സമർപ്പിച്ചേക്കുമെന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇനി മാറ്റം വരുമ്പോൾ അവസാന നിമിഷം എന്നൊന്നും പറയാൻ കഴിയില്ല. സാധ്യത തന്നെ, കാരണം അയോഗ്യനായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് വളരെ നന്നായി അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തൊട്ടടുത്ത് നിന്ന് നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു അനുമോദിന് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല ഇന്ന് രാജി സമർപ്പിക്കാൻ തന്നെയാണ് ഈ 9 മണിക്ക് എത്തുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് എന്തായാലും ഏതാണ്ട് അതൊരു രാജിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അനുമോദ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി LDFുമായി അകന്ന ശേഷം അദ്ദേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ CPMുമായി അകന്ന ശേഷം അദ്ദേഹം നടത്തിയിരുന്നത് സർക്കാരിനെതിരായ വിമർശനങ്ങൾ, CPMനെതിരായ വിമർശനങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോഴൊക്കെയും MLA സ്ഥാനം അദ്ദേഹത്തിന് ഒരു കരുത്തായിരുന്നു. അരുൺ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി അൻവറിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? അൻവറിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് അനുമോദിന് വ്യക്തതയില്ലാത്ത, അനുമോദിനെ കുറ്റം പറയാൻ കഴിയില്ല. പലപ്പോഴും അൻവറിന്റെ നീക്കങ്ങൾ അദ്ദേഹത്തിന് പോലും എങ്ങോട്ട് എന്ന ചോദ്യം അദ്ദേഹത്തിന് പോലും പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ടാകും. കാരണം CPM നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു, മുസ്ലിം ലീഗുമായി ചർച്ച നടത്തുന്നു, പിന്നീട് DMK എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു, സ്റ്റാലിൻ്റെ പാർട്ടി നേതാക്കളെ പ്രമുഖരെ ചെന്നൈയിൽ പോയി കാണുന്നു. അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ പറ്റുന്ന ഒരു വളവിലാണ് PV അൻവർ നിന്നത്, ഇപ്പോഴും നിൽക്കുന്നു. അങ്ങനെയെന്ന് പറയാൻ കഴിയും. അതിലിപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തുന്നു. അവിടെ നിന്ന് അൻവറിനെ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രസിഡന്റ് അടക്കമുള്ള പദവികളിലേക്ക് എത്താം. തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി PV അൻവറിന് കേരള രാഷ്ട്രീയത്തോളം സ്വീകാര്യത നേടിക്കൊടുക്കും. എത്രത്തോളം അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുമെന്നതൊക്കെ വലിയ ചോദ്യമാണ്. DMKക്കും സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന പാർട്ടിയുമൊക്കെയുള്ള നാടാണ് കേരളം. പല പാർട്ടികൾക്കും, പല ദേശീയ പാർട്ടികൾക്കും പേരിന് സംസ്ഥാനത്തും നേതാക്കളുള്ള പാർട്ടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ അത്തരമൊരു പാർട്ടിയായ അൻവറിൻ്റെ തൃണമൂൽ പ്രവേശം ഒതുങ്ങുപോകുന്ന സ്വാഭാവിക സംശയങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാം. പക്ഷേ അൻവർ എന്ന നേതാവിൻ്റെ ഒരു രീതി, വളരെ പെട്ടെന്ന് വിഷയങ്ങൾ ഇടപെടുന്ന ഒരു രീതി, നമ്മളത് നിലമ്പൂരിൽ ഏറ്റവും ഒടുവിൽ ആ കാട്ടാന ആക്രമണത്തിലടക്കം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അൻവറിന് ആ രീതിയിൽ തള്ളാനും കഴിയില്ല. അൻവറിൻ്റെ ഭാവി എന്ന് പറയുന്നത്, ഈ നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അൻവർ ഏറെക്കുറെ രാജിയിലേക്ക് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് കൂടി നമ്മൾ ആദ്യം നോക്കേണ്ടതാണ്. കാരണം 1.25 വർഷമാണ് ഇനി ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കാനുള്ളത്. അതിൽ തന്നെ 6 മാസം കഴിയുമ്പോൾ അടുത്ത മെയ്ക്ക് ഒരു 6 മാസം മുമ്പെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ വിജ്ഞാപനം വന്നേക്കാം. തെരഞ്ഞെടുപ്പ് നേരത്തേക്ക് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്താൽ. തോമസ് ചാണ്ടി മരിച്ച ശേഷം കുട്ടനാട് സീറ്റ് മാസങ്ങളോളം ഒഴിഞ്ഞുകിടന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് കുട്ടനാട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ MLA ഇല്ലായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. അങ്ങനെ ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. അപ്പോഴാണ് അനുമോദ് സൂചിപ്പിക്കുന്ന ഈ ഒരു രാജ്യസഭാ പ്രവേശനമെന്ന മമതാ ബാനർജിയുടെ
പാർട്ടിയിൽ തൃണമൂൽ കോൺഗ്രസിലെ അംഗമായി രാജ്യസഭയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല. ഏതായാലും അൻവറിനെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ ഒരുപക്ഷെ നിലമ്പൂരിൽ തന്നെ നിന്ന് ഒരു മത്സരം കാഴ്ചവെക്കണം. അല്ലെങ്കിൽ നിലമ്പൂരിൽ UDF പിന്തുണ പ്രഖ്യാപിച്ചത് എത്രത്തോളം അത് അൻവറിനെ ഉൾക്കൊള്ളും UDF എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും അൻവറിൻ്റെ ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അൻവർ ഇന്ന് രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിന് അയോഗ്യത അടക്കം നടപടികളിലേക്ക് അദ്ദേഹം നേരിടേണ്ടി വരും. അത്തരമൊരു നീക്കം ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM നടത്തുമെന്ന് ഉറപ്പാണ്. അൻവറിൻ്റെ ഇന്നത്തെ 9 മണിയിലെ സ്പീക്കറുമായുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനവും അതിനിർണായകമാണ്. UDF മൊത്തത്തിൽ അൻവറിനെ ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരിധിവരെ താല്പര്യമുണ്ട്. കെ സുധാകരൻ എപ്പോഴും അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നേതാവാണ്. കെ സുധാകരൻ്റെ മുൻ അനുയായി കൂടിയാണ് PV അൻവർ. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോഴും അൻവറിനെ ഒരു പച്ചക്കൊടി കാട്ടുന്നില്ല. എന്തു പറഞ്ഞാലും VD സതീശൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ UDF നമ്പർ 1 നേതാവ്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ തന്നെയാകും ഏറ്റവും ശ്രദ്ധേയമാവുക. അതുകൊണ്ട് അൻവറിൻ്റെ ആ UDF ബന്ധം ഇപ്പോഴും തുലാസിലാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് എന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി അൻവർ എത്തുമ്പോൾ അൻവറിന് അദ്ദേഹത്തിന് മുന്നിൽ പല സാധ്യതകൾ തുറന്ന് വരുന്നുണ്ട്. പക്ഷേ എങ്ങനെയാകും ആ നീക്കങ്ങളെന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. ശരി, അനുമോദ്, ഒറ്റ കാര്യം കൂടി, ഈ നിലമ്പൂരിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? പ്രത്യേകിച്ച് അൻവറിന് അവിടെ ഒരു വലിയ ഫാൻ ബേസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അൻവറിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം അല്ലെങ്കിൽ സംസ്ഥാനത്ത് അത്ര കണ്ട് പ്രസക്തമല്ലാത്തൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ശ്രീജ, PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ അദ്ദേഹത്തിന് നിലമ്പൂരിൽ വലിയ ആരാധക വൃന്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ബേസ് എന്ന് വെച്ചാൽ അത് സൈബർ പോരാളികൾ, കടന്നലുകളൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനപ്പുറം അദ്ദേഹത്തിന് നിലമ്പൂരിൽ സാധാരണക്കാരുമായിട്ട് വലിയ ആത്മബന്ധം. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ ഒരു കുത്തൊഴുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ഇടതുപക്ഷത്ത് നിന്ന് അദ്ദേഹത്തിനൊപ്പം വരാൻ തയ്യാറായില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം അദ്ദേഹം വിചാരിച്ച പോലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരും അദ്ദേഹത്തിൻ്റെ കൂടേക്ക് ഇതുവരെയും വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹവും കുറച്ച് നേതാക്കളും കുറച്ച് പ്രവർത്തകരും മാത്രമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജനകീയ യാത്ര കാട്ടാന ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന അല്ലെങ്കിൽ ആക്രമിച്ചു കൊന്ന വിഷയം ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷേ ജനകീയ യാത്ര പോലും വലിയ ചർച്ചയോ വലിയ വാർത്തകളിൽ ഇടം പിടിക്കുന്ന സാധ്യത ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ വിലയിരുത്തുന്ന ഒരു കാര്യം അൻവറിന് അണികളുടെ പിന്തുണ കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നല്ല നമ്മൾ പറയുന്നത്, ഇടതുപക്ഷവും വലതുപക്ഷവും വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ അൻവറിന് അവിടെ ജയിക്കാനാകുമോ എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. LDFിൻ്റെ പിന്തുണയില്ലാതെ UDFിൻ്റെ പിന്തുണയില്ലാതെ നിലമ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവറിന് ഒറ്റയ്ക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ TMC പ്രവേശനം എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അവിടെ നിലമ്പൂരിൽ വലിയ ചലനങ്ങളോ വലിയ ചർച്ചകളോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്നവർ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഒരു പക്ഷേ UDFിൻ്റെ ഒപ്പം നിന്നവരും ഇടതുപക്ഷത്തിനൊപ്പം നിന്നവരും, അല്ലാതെ അരാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാരല്ല നിലമ്പൂരിലുള്ളവർ. അങ്ങനെയുള്ളവർക്ക് അൻവറിന്റെ ഈ ഒരു മാറുന്ന രാഷ്ട്രീയത്തെ എത്രമാത്രം ഉൾക്കൊള്ളാനാകുമെന്ന ചോദ്യം തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു കുത്തൊഴുക്ക്, അനുമോദ് പറഞ്ഞ കറക്റ്റാണ്, അങ്ങനെ ഒരു കുത്തൊഴുക്ക് എന്തായാലും അണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ. എന്തായാലും ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം നമ്മൾ 9 മണിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അൻവർ അൺപ്രഡിക്റ്റബിൾ അൻവറാണ്. എപ്പോഴും എന്തും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവാം. അത് കാരണം ഇന്നത്തെ ഈ വരവ് രാജിക്കാണെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഇന്ന് PV അൻവർ രാജിവെച്ചേക്കും.